നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ച വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. തിരുവനന്തപുരം അരുവിക്കര സ്വദേശി അഖിൽ മോഹനാണ് മരിച്ചത്. സംഭവത്തിൽ തിരുവനന്തപുരം SK ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി അഖിലിന്റെ കുടുംബം രംഗത്തെത്തി. 5 മണിക്കൂറിലേറെ ചികിത്സ കിട്ടിയില്ലെന്നും ആശുപത്രിയിലെ പരിശോധനാ യന്ത്രം തകരാറിലായത് മറച്ചുവെച്ചതായും കുടുംബം ആരോപിക്കുന്നു. രണ്ടാമത്തെ ആളോട് മരിക്കുന്നു. ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ മിഷൻ കംപ്ലൈന്റ്. ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്. ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ മിഷൻ കംപ്ലൈന്റ്. ആ പേഷ്യന്റ് പറഞ്ഞ മറുപടി ഇന്ന് മെഡിക്കൽ സൂപ്രണ്ടും പറഞ്ഞതാണ് നമ്മളെ മിഷൻ കംപ്ലൈന്റ് ആണ്, നിങ്ങൾ അറിയിക്കുന്ന ആവശ്യം. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് 2 മണി 12 മണിയായപ്പോൾ കൊണ്ടുവന്നതാണ്. വെറും നെഞ്ചുവേദന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എന്റെ ചേട്ടന്. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ്. ഓക്സിജൻ കൊടുത്തു, അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിമ്മലുണ്ട്. അവർ 2 ഇതും പോസിറ്റീവ്. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യണം. അവിടെ ആൻജിയോഗ്രാം ഇല്ല, നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ SKയിലോട്ട് പോകാൻ പോയി. നമ്മൾ പറഞ്ഞു ശ്രീചിത്രയിൽ പോകാമെന്ന്. അവർ പറഞ്ഞു വേണ്ട, ഇവിടെ തന്നെ SKയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് SKയിലോട്ട് വിട്ട്. SKയിൽ 1 മണിയായപ്പോൾ ഇവിടെ വന്ന് 1 മണിയായപ്പോൾ വന്നപ്പോൾ നമ്മളെ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി. കാർഡിയോ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത്. കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നമില്ല, ഈ പേഷ്യന്റിന് കാർഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ചേട്ടനെ വിളിച്ച് പറയാണ് ഒരു പ്രശ്നമില്ല ചേട്ടാ, നമ്മളെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിടാൻ പോവുകയാണ്, ഒരു പ്രശ്നമില്ലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വയലന്റ് ആയി തുടങ്ങി. ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. 2 ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കണം. ഒരു റിയാക്ഷനും ഇല്ല അവർക്ക്. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ 5 മണിക്കൂറോളം അവിടെ ഇട്ടുകൊണ്ട് കിടത്തി നമ്മൾ. 5 മണിക്കൂറോളം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടിയാണ്. 5 മണിക്കൂറോളം. 5ാമത്തെ മണിക്കൂർ ആയപ്പോൾ പുള്ളി ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, വെറും ആൻജിയോഗ്രാം തീരാന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആൻജിയോഗ്രാമിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. വെറും ആൻജിയോഗ്രാമിൽ തീരാന്നുള്ള കാര്യം. ഇന്ന് അവിടുത്തെ മിഷൻ കംപ്ലൈന്റ് ആയിരുന്നു. അതേവർ വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു. നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകും, നമുക്ക് ഇവിടെ തന്നെ ചികിത്സിക്കണോ നിർബന്ധമില്ല. അതവർ പറഞ്ഞിട്ടില്ല. അവസാനം 5ാമത്തെ മണിക്കൂർ പട്ടിയെ പോലെ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5ാമത്തെ മിനിറ്റിൽ അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണതാണ് നല്ലത്, വേറെ ആശുപത്രി കൊണ്ടുപോ, എങ്കിലേ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അതിനിടയ്ക്ക് ഇവിടെ പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി. രാവിലെ 5:30 പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് എഴുതിയെടുത്തോണ്ട് പോയി. വേറെ ഒന്നും ചെയ്തില്ല. പോലീസിനെ വിളിച്ചു, ഡോക്ടർമാരെ വിളിച്ചു. ആ ബോഡിയെ മരിച്ച ഡെത്തായെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തോണ്ട് പോയി ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവർ CD തന്നിട്ടില്ല, ഡ്രൈവ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. 48 ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീണ അഖിൽ മോഹനെ ആദ്യം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ICU യൂണിറ്റും കിടക്കുകളും ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു. പിന്നീട് ശാസ്തമംഗലത്തെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് SK ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയുമായിരുന്നു. നല്ലപോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഡോക്ടർമാർ നോക്കാത്തോണ്ട് പറയാൻ ശരിക്കും സംഭവിച്ചതല്ല. കുറച്ച് മെഡിക്കൽ കോളേജിലാണ് മുമ്പേ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവിടെ ബെഡില്ല, പിന്നെ ICU ഇല്ലെന്ന് പറഞ്ഞു. ബെഡ് ഷെയർ ചെയ്താൻ പറ്റുമെന്ന് വെച്ചപ്പോഴത്തേക്ക് അതും പറ്റൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് അവിടെ 1 മണിക്കൂർ കിടത്തി നോക്കിയപ്പോൾ അവിടെ കാർഡിയോളജിയുടെ ഇത് കാണിക്കണം. അപ്പോഴത്തേക്ക് നേരെ SKയിലോട്ട് കൊണ്ടുപോകാൻ അവർ തന്നെ പറഞ്ഞ് SKയിൽ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ട് എൻ്റെ മോൻ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിലാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. നെഞ്ചുവേദന എന്ന് പറഞ്ഞു. ഡോക്ടർമാർ നോക്കിയിട്ട് നെഞ്ചുവേദനയല്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ബ്ലോക്ക് ഉണ്ട്, ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അകത്ത് കയറ്റിട്ട് പറഞ്ഞു ബ്ലോക്ക് അല്ല, ഇത് കണ്ട ഇത് ബ്ലോക്ക് അല്ല, എന്തോന്നൊക്കെ TV കാണിച്ചിട്ട് ഇറങ്ങി. അവിടെ താഴെ വെച്ച് വന്നതിന് അവൻ കുറേ പ്രാവശ്യം ശബ്ദിച്ചിട്ട് പിന്നെ അവന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. ഒരാഴ്ചയും ചികിത്സ തന്നെയാണ് ഒരു ഭാഗത്തു നിന്നുള്ള വീഴ്ച. ഇവര് ശരിക്കും എൻ്റെ മക്കളെ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വരികയുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ നല്ലപോലെ വന്ന എൻ്റെ മക്കളാണ്.
ഇനി എൻ്റെ അച്ഛൻ ഇതേ അവസ്ഥ തന്നെ വരാം. അപ്പോൾ നിങ്ങൾ ആരും ഉണ്ടാതിരിക്കുക. അവർ സൗകര്യതായ ഒരു സഹോദരനാണ്, തലയിൽ പരിശോധന. ഞാൻ ആരും അല്ല, പേപ്പറിൽ എനിക്ക് തന്നെ വിഷമമാകുന്നുണ്ട്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതെന്ന് കാരണം നമുക്ക് തന്നെ വിഷമം. അതെ, നൂലെടുത്താണ്. അപ്പോൾ എനിക്ക് തന്നെ കേൾക്കും വിഷമമായി. കാരണം എൻ്റെ അച്ഛൻ ഇതേ പേഷ്യൻ്റ്, ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ്. അപ്പം ഞാൻ ഇത് എന്ത് വിശ്വസിച്ച് ഞാൻ കൊണ്ടേ കാണിക്കും? ഇത് ഒന്നല്ല, ഇന്ന് ഫസ്റ്റ് ഡെത്ത് രണ്ടുപേര് ആൻജിയോഗ്രാം മിഷൻ കംപ്ലൈന്റ് ആണെന്നുള്ള പേരിൽ രണ്ടുപേരുടെ അവര് ആ പേഷ്യൻസ് കാല് പിടിച്ചവര് കൊടുത്തില്ല. മരിച്ചു കിടക്കണ തിരിച്ചു. ബി വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. വിനോദ്, ഈ അഖിലെന്ന ചെറുപ്പക്കാരന്റെ ജീവനെടുത്തത് ആശുപത്രികളുടെ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ഈ കുടുംബം ആരോപിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയാണോ പ്രധാനമായും അവർ ഈ ആരോപണമായി ഉന്നയിക്കുന്നത്, അതോ SK ആശുപത്രിക്കെതിരെയാണോ പ്രധാനപ്പെട്ട ആരോപണം? കാരണം 5 മണിക്കൂറിലേറെ ചികിത്സ നിഷേധിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ പറയുന്നു അവിടെ ICU യൂണിറ്റും കിടക്കുകളില്ലെന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്നു. ഈ മരണകാരണം എന്താണെന്ന് കണ്ടെത്തണം. അതോടൊപ്പം ഈ വീഴ്ച വരുത്തിയ ഈ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് അവർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കുമോ? ടോം, 3 ആശുപത്രികളിലായാണ് ചികിത്സ തേടി പോകേണ്ടി വന്നതെന്നാണ് അഖിലിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. ആദ്യം ജോലി സ്ഥലത്ത് വെച്ച് അഖിലിന് ശാരീരികാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അവിടെ എത്തിക്കുമ്പോൾ ICUവിൽ ബെഡ് ഒഴിവില്ല എന്ന കാരണം പറഞ്ഞ് അവിടെ നിന്ന് മടക്കി അയച്ചു. തുടർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ ഈ വലിയ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവർ ഇടപ്പഴിഞ്ഞിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയക്കുകയാണ്, SK ആശുപത്രിയിലേക്ക് അയക്കുകയാണ്. അവിടെ എത്തിച്ച ശേഷം ഈ വലിയ അനാസ്ഥ ഉണ്ടായി എന്ന് തന്നെയാണ് അഖിലിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ടും ഡോക്ടർമാർ അത് ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന കാരണമാണോ എന്ന് കണ്ടെത്തിയില്ല എന്നൊരു ആരോപണം. മാത്രവുമല്ല, ആദ്യം ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ചില പരിശോധനകൾ നടത്തിയ ശേഷം അകത്തേക്ക് കൊണ്ടുപോയി ഒരു സിസ്റ്റത്തിൽ ചില ചിത്രങ്ങൾ കാണിക്കുന്നു. എന്നിട്ട് ബ്ലോക്ക് ഇല്ല എന്ന കാര്യം ബന്ധുക്കളോട് പറയുകയാണ്. ഈ സമയമൊക്കെ കഴിയുമ്പോൾ മണിക്കൂറുകൾ അവിടെ പിന്നിടുകയാണ്. കൃത്യമായി നോക്കുകയോ ICUവിലേക്ക് കൊണ്ടുപോവുകയോ ആ തരത്തിലുള്ള ഒരു ചികിത്സയും നൽകിയില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് പറയുന്നു. ഈ ചിത്രങ്ങളൊക്കെയും കാണിച്ച ശേഷം വീണ്ടും നെഞ്ചുവേദന കൂടുകയാണ്. ആ സമയത്ത് ഛർദി അനുഭവപ്പെടുന്നു. തുടർന്ന് വലിയ തരത്തിൽ അവശനാകുന്നു, പരിഭ്രാന്തി കാണിക്കുകയൊക്കെയും ചെയ്യുന്നു. ആ സമയത്തൊക്കെ ബന്ധുക്കൾ ഡോക്ടർമാരോട് പറയുന്നുണ്ട് കൃത്യമായ ചികിത്സ നൽകണമെന്ന കാര്യം. പക്ഷേ അവിടെയൊന്നും കാര്യമായ ഒരു നടപടി ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ വാർഡിലേക്ക് കൊണ്ടുപോവുകയും ആൻജിയോഗ്രാം വേണമെന്ന ഒരു കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴേക്കും അഖിൽ മരണപ്പെട്ടു. പിന്നീട് മരണത്തിന് ശേഷമാണ് ആൻജിയോഗ്രാമിന് വിധേയമാക്കുന്നത്. അതിനുശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. ഇത് വലിയ തുക, അതായത് ഭീമമായ ബില്ല് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന ആരോപണം. മാത്രവുമല്ല, മറ്റ് രോഗികൾക്കും ഇതേപോലെ ആൻജിയോഗ്രാം നിഷേധിച്ചു എന്ന ആരോപണം അഖിലിൻ്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. മാത്രവുമല്ല, ആ രോഗികളുടെ ബന്ധുക്കളും അവിടെ ബഹളമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മറ്റ് മരണം എന്ന നിലയ്ക്ക് തന്നെയാണ് അവർ അവിടെ പറയുന്നത്. ഒന്നിൽ കൂടുതൽ മരണങ്ങൾ എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ മരണവും അങ്ങനെ തന്നെയാണ്, ചികിത്സ കിട്ടാതെ മറ്റൊരു മരണം കൂടി എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായിരുന്നാലും പിന്നീട് പൂജപ്പുര പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നും രാവിലെ അഖിലിൻ്റെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി മൊഴി നൽകിയിട്ടുണ്ട്. അഖിലിൻ്റെ ഒരു കാര്യം പരിശോധിച്ചാൽ 30 ദിവസം പ്രായമായ കുഞ്ഞിൻ്റെ അച്ഛനാണ് അഖിൽ. പാലോട് സ്വദേശിയാണ്. അഖിലിൻ്റെ ഭാര്യയാകട്ടെ അരുവിക്കര സ്വദേശിയാണ്. ഇപ്പോൾ ഈ പ്രസവം കഴിഞ്ഞ് അഖിലിൻ്റെ ഭാര്യ അവരുടെ വീട്ടിൽ കഴിയുകയാണ്. 30 ദിവസമാണ് കുഞ്ഞിന് പ്രായമായിട്ടുള്ളത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. ഇതിൽ ഈ 2 ആശുപത്രികൾക്കെതിരെയുമുള്ള, അതായത് ഈ മരണം സംഭവിച്ച പ്രൈവറ്റ് ആശുപത്രി, സ്വകാര്യ ആശുപത്രിക്കെതിരെയുള്ള പ്രധാന ആരോപണം അവിടെ അഖിലിൻ്റെ ബന്ധുക്കൾ, മാതാവ് അടക്കമുള്ള ആളുകൾ അവിടെ പറയുന്നത് ഈ അനാസ്ഥയെക്കുറിച്ച് തന്നെയാണ്. അവിടെ എത്തിച്ചിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട്, ഏതാണ്ട് 5.5 മണിക്കൂറോളം അവിടെ ഉണ്ടായിട്ടും കൃത്യമായ ചികിത്സ നൽകിയില്ല എന്ന കാര്യമാണ്. പക്ഷേ
മറ്റൊരു ഗുരുതരമായ കാര്യം നമുക്ക് പറയാം. അതെന്തുകൊണ്ടാണ് ഈ ചികിത്സ അത്രയും വൈകാനുള്ള കാരണം എന്താണെന്നാണ് പറയുന്നത്? ഈ SK ആശുപത്രിയുടെ വീഴ്ച തന്നെയാണ് പ്രധാനമായും ഈ യുവാവിന്റെ മരണത്തിൽ കലാശിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ വിശദീകരണം എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ വിനോദ്? ഇതുവരെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. ഏറ്റവും ഒടുവിലും ഈ അഖിലിൻ്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത്, അതായത് അല്പസമയം മുൻപാണ് അവർ ഈ മൃതദേഹം ഏറ്റുവാങ്ങാനായി അവിടെ എത്തിയത്. പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ മൊഴി നൽകുകയും മറ്റ് നടപടികൾ, പോലീസിൻ്റെ പ്രാഥമികമായ നടപടികൾ പൂർത്തിയാക്കി പോലീസും അഖിലിൻ്റെ ബന്ധുക്കളുമായിട്ടാണ് അല്പസമയം മുൻപ് ബോഡി ഏറ്റുവാങ്ങാനായി എത്തിയത്. അപ്പോഴും അവർ ഉന്നയിക്കുന്ന ആരോപണം കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കുന്നുവെന്നാണ്. അതായത് ഈ ആശുപത്രിയിലെത്തി ഈ മരണം സംഭവിക്കുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള രേഖകൾ ഇപ്പോൾ ആശുപത്രി നൽകിയത് വ്യാജരേഖകളാണ്. പല ക്രമക്കേടുകളും അതിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസിൻ്റെ പരിശോധന അവിടെ നടക്കുന്നുണ്ട്. കൃത്യമായി ഈ രേഖകളുടെ ഒരു സത്യസന്ധത സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ആരോപണം ശരിയോ തെറ്റോ എന്ന് അറിയണമെങ്കിൽ പോലീസിൻ്റെ പരിശോധനയല്ല പ്രധാനമായും വേണ്ടത്. ഇതിൽ ആരോഗ്യവകുപ്പിൻ്റെ അടിയന്തര ഇടപെടലാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്ന നിലയ്ക്ക് അവിടെ കാര്യങ്ങൾ പരിശോധിക്കുകയും രേഖകൾ പരിശോധിക്കുകയും ഏത് തരത്തിലുള്ള ചികിത്സയാണ് അഖിലിന് നൽകിയത്, അതോടൊപ്പം തന്നെ ഈ ആൻജിയോഗ്രാം അതുമായി ബന്ധപ്പെട്ട് അവിടെ അത് നടത്തുന്നതിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അഖിലിൻ്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ശരിയാണോ, പറഞ്ഞത് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിന് കൃത്യമായി ഒരു മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കേണ്ടതുണ്ട്. അതിന് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായ നടപടി ഉണ്ടാകണം. നേരത്തെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സമാനമായ രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വെന്റിലേറ്റർ നൽകാതെ ആളിനെ അവിടെ നിന്ന് ഒഴിവാക്കി മരണം സംഭവിച്ച സംഗതി, അതിൽ വലിയ അന്വേഷണം നടന്നു. അന്ന് വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു. അന്ന് വകുപ്പ് തല നടപടികളൊക്കെയും സ്വീകരിച്ചതാണ്. പക്ഷേ വീണ്ടും ഇങ്ങനെ ഒരു ആരോപണം വരുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു അത്യാഹിതം സംഭവിക്കുന്ന സാഹചര്യമല്ല. ഒരുപാട് ആളുകൾ അങ്ങനെ അപകടത്തിൽപ്പെട്ട് ഈ ICUവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമല്ല. നമുക്കറിയാം, അങ്ങനെ എന്തെങ്കിലും വലിയ അപായങ്ങൾ സംഭവിക്കുമ്പോഴാണ് ആളുകളെ കൂട്ടത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുന്നത്. ഈ കോവിഡ് സമയത്തൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആരോഗ്യനില മോശമായവരുടെ ഈ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ICUവിൽ പ്രവേശനം, വെന്റിലേറ്റർ അതുപോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു ആശങ്കയും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നുമുള്ള ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ആദ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ഇവർക്ക് ചികിത്സ നിഷേധിച്ചു എന്ന കാര്യം ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു സർക്കാർ ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തുന്നത്. നെഞ്ചുവേദന തീർച്ചയായും പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് വിനോദ്. ഇപ്പോൾ ഈ മരിച്ച അഖിലിന്റെ ബന്ധുക്കളുടെ കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് അവർ വിശദീകരിക്കുന്നുണ്ട്. ബന്ധുക്കളുടെ വാക്കുകളിലേക്ക്. ഈ രോഗിയെ റിപ്പോർട്ട് വെച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറയുന്നു. പറഞ്ഞിറങ്ങുന്നു. ഇതിനിടയ്ക്ക് ഇവർ ഞങ്ങളെ വിളിക്കുന്നു. ഇപ്പോൾ ഒരു കാർഡിയക് ഇതും കൂടെ വന്ന് മരിച്ചു. ഇങ്ങനെയാണ് സംഭവിച്ചത്. 7:30 മരിച്ചെന്നാണ് അവർ പറയുന്നത്. ഇത് ഈ രാവിലെ ഏകദേശം ഒരു 3-4 മണിയോടുകൂടി തന്നെ നമ്മുടെ മുമ്പിൽ ഒരു ആൾ ഡെത്തായി. ഇത് നമ്മൾ അവിടെ നിന്ന് ഒരു ഡോക്ടറിന്റെ വായിൽ നിന്ന് തന്നെ അൺഒഫീഷ്യലായിട്ട് ഞങ്ങൾ കേട്ടു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണവിവരം കൃത്യമായി അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവര് ഞങ്ങൾക്ക് തന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ ഈ 5 മണിക്കൂർ ഒരു ട്രീറ്റ്മെന്റും ചെയ്തില്ല. ആ 5 മണിക്കൂറുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് വെറുതെ ഒരു ഫേക്ക് കുറേ സാധനങ്ങൾ ഞങ്ങൾ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വെന്റിലേറ്ററിലുള്ള കൺസേൺ ലെറ്റർ വരെ ഞങ്ങളെ കൊണ്ട് മരിച്ചതിന് ശേഷം ആണ് ഒപ്പിഡീസ് വാങ്ങിക്കുന്നത്. ഞങ്ങൾ ആകെ ഒരു കൺസേൺ കൊടുത്തിട്ടുള്ളത് ആ ടൈമിൽ ആൻറ്റിയോഗ്രാം ചെയ്യാനുള്ള സാധനം മാത്രമേ കൊടുത്തുള്ളൂ. ഇതെല്ലാം മരണപ്പെട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വെന്റിലേഷന്റെ സൈനിങ് വരുന്നത്. പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി ഞങ്ങൾ ആ ടൈമിൽ ചികിത്സ കിട്ടാത്ത ടൈമിൽ നമ്മൾ കൊടുത്തു. പോലീസ് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൂജപ്പുര FIRയുടെ അതിന്റെ കോപ്പി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വിനോദിലേക്ക് വീണ്ടും. വിനോദ്, എന്താണ് സംഭവിച്ചത്? ഏത് രീതിയിലുള്ള വീഴ്ചയാണ് ഉണ്ടായതെന്ന് ഈ കുടുംബം വിശദമായി തന്നെ പറയുന്നുണ്ട്. SK ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് മാത്രമുള്ള ഒരു പിഴവല്ല. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർക്കാർ ആശുപത്രിയുടെ ഭാഗത്തും ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടായി എന്ന് വ്യക്തമാണ്. പക്ഷെ നമുക്കറിയാം, ഈ സമീപകാലങ്ങളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആലപ്പുഴയിലുമൊക്കെ ഇതേ രീതിയിലുള്ള ചികിത്സാ പിഴവുകൾ കാരണം നിരവധി ആളുകളുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വീഴ്ച വരുത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു
ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത്? ആരോഗ്യമന്ത്രി പോലും അവരെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഇവിടെയും അതിനപ്പുറം ഈ കുടുംബത്തിനൊരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണോ വിനോദ്? ടോം, ഇപ്പോൾ പോലീസിന്റെ അന്വേഷണമാണ്. പരാതി ലഭിച്ചു, പോലീസാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഈ മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അത് പരിശോധിക്കുന്നതിൽ പോലീസിന്റെ പരിജ്ഞാനം ഒരുപക്ഷെ അവർക്ക് ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുക, അതിൻ്റെ നടപടികൾ സ്വീകരിക്കുക, മറിച്ച് ഈ ആശുപത്രി രേഖകൾ പരിശോധിക്കുക, അതിൻ്റെ ഒരു പരിജ്ഞാനമൊന്നും സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് ആരോഗ്യ വകുപ്പിൻ്റെ നടപടിയാണ് ഉണ്ടാകേണ്ടത്. ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണം. കാരണം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ എത്രമാത്രമാണ് അതിൻ്റെ നിജസ്ഥിതി, അങ്ങനെ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടോ, ചികിത്സ കൊടുക്കാതിരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ തന്നെ അശാസ്ത്രീയ രീതിയിൽ ഈ ജൂനിയർ ഡോക്ടർമാർ അവർക്ക് അവരുടെ പരിചയക്കുറവോ ആ തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇത്രയും മണിക്കൂറുകൾ ഒരാൾക്ക് ഒരു ചികിത്സയും നൽകിയില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. മാത്രവുമല്ല, ഇപ്പോൾ ആശുപത്രി പുറത്ത് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ കൈമാറിയിട്ടുള്ള രേഖകൾ അത് വ്യാജരേഖകളാണെന്ന് പറയുന്നു. അതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിച്ചാൽ മാത്രം ഇതിൻ്റെ വസ്തുതകൾ പൂർണ്ണതോതിൽ വെളിപ്പെടും. കാരണം പിന്നെയും ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി ഇത് തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അടിയന്തര അന്വേഷണം എന്നതിലേക്ക് ആരോഗ്യവകുപ്പ് പോകേണ്ടതുണ്ട്. മാത്രവുമല്ല, അവർ ആദ്യം ഈ പറഞ്ഞതുപോലെ സ്വകാര്യ ആശുപത്രിയിലേക്കല്ല എത്തുന്നത്, മറിച്ച് സർക്കാർ ആശുപത്രിയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അവിടെ ICUവിൽ കിടക്ക ഒഴിവില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയെങ്കിൽ അതിൻ്റെ വസ്തുത കൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരാൾ ഹൃദയാഘാതം ഉണ്ടായി വരുമ്പോൾ പ്രവേശിപ്പിക്കാൻ പറ്റില്ല, സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. തുടർന്ന് ഇവർ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ ആവശ്യത്തിനുള്ള ചികിത്സ ഉള്ള ഒരു ആശുപത്രിയല്ല. അവിടെ നിന്നാണ് മൂന്നാമത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കാരണം, ഇത് തുടക്കം ആരംഭിക്കുന്നതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവിടം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി വേണം എന്ന ആവശ്യം ഉറപ്പായും ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രവുമല്ല, അതുതന്നെയാണ് ഈ ബന്ധുക്കൾ ഉന്നയിക്കുന്നത് പോലെ 3 ആശുപത്രികളുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വീഴ്ച വരുത്തിയതാരാണ്? അവർക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഈ ഒരു അഖിലെന്ന ചെറുപ്പക്കാരന്റെ മരണം അതേറെ വേദനിപ്പിക്കുന്നതാണ്. കാരണം ഒരു 30 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അച്ഛനാണ് മരിച്ചത്. ആ ഒരു യുവതിയാണ് വിധവയായത്. നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ, ആരോഗ്യമേഖലയിലെ ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ അനാസ്ഥ ഇതുപോലെ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട് ഇപ്പോൾ.